ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ലോകയുടെ 18ാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ട് ഗംഭീര വർധനവാണ് കളക്ഷൻ ഈ ഒരു ഞായറാഴ്ച വന്നിരിക്കുന്നത്. ശനിയാഴ്ച എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. സിനിമ റെക്കോർഡിന് മുകളിൽ റെക്കോർഡ് ഇടുകയാണ്. ഇന്നും സിനിമ 5.5 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടുമെന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിന് മുന്നോടിയായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന 1524ഓളം ഷോകളാണ്. ഇതിനകത്തിൽ തന്നെ 3,01,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി. അതെ, 18ാം ദിനത്തിൽ ഒരു സിനിമയുടെ ടിക്കറ്റ് വിറ്റുപോയ കണക്കാണ് നമ്മൾ കേൾക്കുന്നത്. 3,00,000 മുകളിലുള്ള ടിക്കറ്റുകൾ. ഇനിയും മണിക്കൂറുകൾ 3ഓളം ഇറക്കി നിൽക്കുന്നു. അപ്പോൾ ഇന്നലത്തേന് മുകളിലേക്ക് എത്തും. സിനിമയുടെ കളക്ഷനായി വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇതുവരെ കളക്ഷനായി വന്നിരിക്കുന്നത് 4,80,00,000 രൂപയോളമാണ്. ഇന്നലെ ഫൈനലായി വന്നത് 4,84,00,000 രൂപയാണ്. അതായത് 5,30,00,000 രൂപയോളമാണ് ഇന്നലെ കളക്ഷൻ വന്നെങ്കിൽ ഇന്ന് 5.5 കോടിക്ക് മുകളിലേക്ക് പോകുമെന്നുള്ളതാണ്. 72% ഒക്യുപ്പൻസിയിലാണ് 18ാം ദിനത്തിലും ലോക അരങ്ങ് തകർക്കുന്നത് എന്ന് തന്നെ പറയാം. ഇതിനോടകം തന്നെ ബോക്സ് ഓഫീസിൽ നിന്ന് 50 ലക്ഷം ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളത് ഒഫീഷ്യലായി പുറത്തു വന്നു. വീണ്ടും തിരക്ക് കൂടുന്നു. കേരളത്തിൽ മാത്രമല്ല, തമിഴ്, തെലുങ്ക്, കന്നഡ എല്ലാ സ്ഥലങ്ങളിലും അമ്മാതിരി കൊലത്തൂക്കാണ്. തമിഴിൽ ഇന്നും 1 കോടിക്ക് മുകളിൽ എത്തിയിരിക്കുന്നു. ഹിന്ദിയിൽ 40 ലക്ഷം രൂപ വന്നിരിക്കുന്നു. തെലുങ്കിൽ 90 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വന്നിരിക്കുന്നു. അവർ പക്ഷേ ഫൈനൽ കളക്ഷൻ വരുമ്പോൾ 1 കോടിക്ക് മുകളിലേക്ക് പോകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണേലും ഇന്ത്യ ഒട്ടുകാകെ ഇന്ന് സിനിമ നേടാൻ പോകുന്നത് ഏറെക്കുറെ 15 കോടിയോളമായിരിക്കും. അതായത് സിനിമ 252 കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ്. ഇന്നലെ വരെ സിനിമ എത്തിയത് 237 കോടിയാണെങ്കിൽ ഇന്ന് അതിൻ്റെയൊക്കെ മുകളിലേക്ക് പോകുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതെ, ലോക സർവ്വ റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിനോടകം തന്നെ തുടരുമെന്ന ചിത്രം, മഞ്ഞുമ്മൽ ബോയ്സ് തുടങ്ങിയ സിനിമകളുടെ എല്ലാ റെക്കോർഡുകൾ തീർത്തു. എമ്പുരാൻ്റെ കേരള ഗ്രോസ് തീർത്തു. അതായത് സിനിമ ഇനിയും വരാൻ പോകുന്നത്, എമ്പുരാൻ എന്ന സിനിമ നേടിയിട്ട് ഉണ്ടെന്ന് പറയുന്ന 260 കോടി എന്നുള്ള ആ ഒരു ഇതാണ്. അത് കൂടി വന്നാൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ, അതിനിടയിൽ തീർന്നിരിക്കും. 3ാം വാരത്തിലും ഇത്രത്തോളം തിരക്ക് വരണമെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ: ക്വാളിറ്റി കൊണ്ട് മാത്രം എത്തുന്ന സിനിമയാണ്. ഇതിൽ പ്രശംസ അർഹിക്കുന്നത് ഒരു വ്യക്തിയല്ല, എല്ലാ വ്യക്തികളും. നമ്മൾ പലപ്പോഴായി വീഡിയോസിൽ സ്കിപ്പ് ചെയ്യുന്ന ഒരാളാണ് അതിൻ്റെ ഡയറക്ടർ ഡൊമിനിക് അരുൺ. അത് മനഃപൂർവ്വമല്ല, നമ്മൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അങ്ങനെയാകുന്നതാണ്. പല വാർത്തകളിലും നമ്മൾ, അല്ലെങ്കിൽ പല വീഡിയോസിലും നമ്മളത് പറയുകയും ചെയ്തിട്ടുമുള്ളതാണ്. എന്തായാലും എല്ലാവരും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അദ്ദേഹം തന്നെയാണ്. പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസർ, അതിനകത്തിൽ അഭിനയിച്ചിരിക്കുന്ന വ്യക്തികൾ, എന്തിനാണ് നമ്മൾ കാണികൾ പോലും അതിനകത്തിൽ പ്രശംസ അർഹിക്കുന്നതാണ്. കാരണം നമ്മുടെ മൗത്ത് പബ്ലിസിറ്റിയിൽ നിന്ന് തന്നെയാണ് ഈ സിനിമ ഇത്രത്തോളം ഗംഭീരമായിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും ഉള്ള സിനിമ. അങ്ങനെ ആളുകൾ പറഞ്ഞു തന്നെ എത്തുന്ന സിനിമയാണ്. എന്തായാലും അതിഗംഭീരമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഫൈനൽ കളക്ഷൻ 5.5 കോടിക്ക് മുകളിലേക്ക് കയറട്ടെ, 6 കോടി ടച്ച് ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയാണ്. അങ്ങനെ മലയാള സിനിമയുടെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് ഈ ഒരു സിനിമ എത്തുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം.